കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത്. അതേടൂ, സേതു കളിക്കും. തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച, അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതുവിന്റെ കയ്യിലുണ്ടെന്ന്. ഇവൻ ആർച്ചയെ വിറ്റെന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യേ, കളിയിൽ ചേട്ടൻ തന്നെ ജയിച്ചു. പകരം എന്നെ വിൽക്കേണ്ടി വന്നു അല്ലേ? 100,000 പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ കല്യാണം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ചേട്ടനൊരു സ്വാർത്ഥന. സ്വന്തം കാര്യത്തിന് വേണ്ടി അനിയത്തിയെ കുരുതി കൊടുത്ത് മനസാക്ഷി ഇല്ലാത്തവന്. അല്ല, ഒരു ജാതക ഫലം പോലെ ഒന്നിച്ച് ഭവിച്ചതാണല്ല. എന്റെയും നിന്റെയും ജീവിതം നശിപ്പിച്ചത് ഒരേ കൊലയിൽ കുരുത്തവരായിപ്പോയി. നീ രാജേന്ദ്രനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ആർച്ചയെ പരിചയമുണ്ടായിരുന്നു. ആർച്ചയെ അല്ല, സുന്ദരിയെ. സുന്ദരി? അതെ, ഞാൻ താലി കെട്ടിയ എന്റെ സുന്ദരിയെ. യൗവനത്തിന്റെ എടുത്തിയാട്ടവും നിയമം അറിയാമെന്ന അഹങ്കാരവും ഉള്ളിലുറച്ചപ്പോൾ ലോ കോളേജിൽ ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു തീരുമാനമെടുത്തു. വക്കാലത്തും ഫീസുമൊക്കെയുള്ള വക്കീൽ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാമ്പസിനകത്തുനിന്ന് തന്നെ ഒരു തുണയെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിപ്പിക്കുക. ആർക്കും അപേക്ഷിക്കാം. വരനെയും വധുവിനെയും കമ്പ്യൂട്ടർ നിശ്ചയിക്കും. ചെങ്കോട്ട വീട്ടിലെ ഈ സേതുരാമന് ഭാര്യയായി കിട്ടിയത് സേതുരാമൻ. നല്ല പേര്. കേട്ടിട്ട് പാവാണെന്ന് തോന്നുന്നു. നീ ഇതെന്ത് ഭാവിച്ചാ? ആണുങ്ങളോട് മൊത്തമുള്ള നിന്റെ ദേഷ്യം ആ പാവം ഒറ്റയ്ക്ക് അനുഭവിക്കണോ? അതെ, ചതിക്കപ്പെടുന്നത് എപ്പോഴും പെണ്ണല്ലേ. പക്ഷെ ഇവിടെ ഒരു മാറ്റം. ഒരാണ് ചതിക്കപ്പെടുന്നു. ഇവനൊക്കെ എന്ത് വിചാരിച്ചു? ഒരു താലിച്ചരടിൽ കെട്ടി പന്താടാനുള്ളതാണ് നമ്മളെന്നോ? എടാ സേതുരാമ, ആർച്ചയ്ക്ക് നിന്നെയും നിന്റെ വർഗത്തെയും പുച്ഛമാ. അടുത്തതായി ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, ഞാൻ ഈ നവദമ്പതികളോട് അസൂയപ്പെടുകയാണ്. ഇവർ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകളാകാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ ആചാരങ്ങളും മാമൂലുകളും തല്ലിത്തകർത്തുകൊണ്ട് കോളേജിൽ നിന്ന് തന്നെ തന്റെ ജീവിത പങ്കാളികളെ കണ്ടെത്തി ജീവിതം തുടങ്ങാൻ ധൈര്യം കാണിച്ച സോറി, എന്താ പേര്? അത്രയ്ക്ക് മറവിയാണോ? കെട്ടുന്ന പെണ്ണിന്റെ പേര് പോലും ഓർമ്മ നിൽക്കില്ലേ? സുന്ദരി. അല്ല, സേതുവിന്റെ വീട്ടുകാരൊന്നും വന്നില്ലേ? കയറി ചെല്ലുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. സുന്ദരിയുടെ വീട്ടുകാര് സർപ്രൈസ് അവിടെ ആയിക്കോട്ടെ. ഹായ്, കാര്യമാണ്. ഹലോ ഹലോ. എന്റെ കക്ഷിയെ കണ്ടോ? ഇല്ല, ചിലപ്പോ നേരത്തെ മണിയറക്കാര് വാതിലടച്ചു കാണും. ഞാനിപ്പോ വരാം. ഹോട്ടൽ മുറിയിലും അവളില്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ അവളെ അന്വേഷിച്ചു. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കണ്ടില്ല. ഒരു മിന്നലാട്ടം പോലെ മാത്രം കണ്ട എന്റെ ഭാര്യയുടെ മുഖം വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എന്റെ ആദ്യ രാത്രി വിളിപ്പിച്ചു. ഹലോ. ഹലോ മിസ്റ്റർ സേതുരാമൻ, ഇത് ഞാനാ, മിസ്സസ് സേതുരാമൻ. നിനക്കിത് എന്ത് പറ്റി? നീ എവിടെ നിന്ന് വിളിക്കുന്നു? എവിടെ നിന്നാണെന്നോ? എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ നിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ ഫസ്റ്റ് നൈറ്റ്? എവിടെ തിരക്കിയാലും മേലിൽ താൻ എന്നെ കാണില്ല. താൻ എന്ത് വിചാരിച്ചു? ഒരൊറ്റ നിമിഷം കൊണ്ട് താലി കെട്ടി 100,000 ദിവസം തന്റെയൊക്കെ അടിമയായി കഴിയാനുള്ളതാണ് പെണ്ണിന്റെ ജീവിതമെന്നോ? സമൂഹ വിവാഹം നടത്തിയ തന്റെ സമൂഹത്തോട് താൻ തന്നെ പോയി പറ, ഒരു പെണ്ണ് തന്നെ ചതിച്ചെന്ന്. അന്ന് കണ്ട എന്റെ ഭാര്യയുടെ മുഖം പിന്നെ മന്നാടിപുരത്തെ ഈ കൊളക്കടവിൽ വെച്ചാ ഞാൻ വീണ്ടും കാണുന്നത്. അപ്പൊ ആർച്ച ഏട്ടന്റെ ഭാര്യയാണല്ലേ? അതെ, അല്ലെന്ന് അവൾ ആണയിട്ട് പറഞ്ഞാലും ശരി, ഞാൻ താലി കെട്ടിയ പെണ്ണ. അവളെയും കൊണ്ട് ഈ സേതു പോകൂ. ആർച്ചയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ? ഇഷ്ടപ്പെടുത്തും. സേതുരാമന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആർച്ച മാത്രമാ. അതെ, അനീത്തിയും ചേട്ടനും കൂടി ഇവിടെ കുശിച്ചോണ്ടിരുന്നോ? ആർച്ച അവിടെ നിന്നെ കുരുക്കാൻ വലവിരിച്ചു കാണും. ചെല്ല്. അതേന്നെ, എല്ലാ മന്നാടിയമാരുടെ ആദ്യ രാത്രി കൊളമാക്കിയുള്ള ആ ആർച്ച. മന്നാടി വീട്ടിൽ കാലെടുത്ത് ഊത്തിയ ഞങ്ങൾ 3 പെണ്ണുങ്ങൾക്കും ആദ്യ രാത്രി കാലരാത്രിയായിരുന്നു. സൂക്ഷിച്ചോ. പാരമ്പര്യമായിട്ട് മന്നാടിയന്മാരുടെ ആദ്യ രാത്രി ഈ മുറിയിൽ ആഘോഷിക്കാറ്. ആ പതിവ് നിന്റെ കാര്യത്തിലും തെറ്റണ്ട. ചെല്ല്, ചെല്ലടി. പോകരുത് ചേച്ചി, വാതിൽ തുറക്കൂ. മിണ്ടി പോരുത്. നീ എന്ത് വിചാരിച്ചു? കെട്ടിലെ മറ്റവൻ ആട്ടുകെട്ടിലിൽ വാഴാമെന്നോ? ഇനി നിന്റെ ജീവിതം നരക. പണത്താൽ മയങ്ങും, കണ്ടാൽ മയങ്ങും. അപ്പൊ തിന്നാലോ? തിന്നാലോ? നിന്നിടത്ത് നിന്നും മയങ്ങും. സാക്ഷാൽ ആന മയക്കി.
2 നുള്ളു പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്തമില്ലാത്ത രാത്രിയാകുമടി ചമ്പേ. അയ്യോ മഹാഭാവി, ഇതിന് നമ്മളും അനുഭവിക്കോടോ. അനുഭവിക്കത്തില്ലടി, തല ചെയ്യുന്ന പാവം കൈക്കേൽക്കത്തില്ലടി. ഇത് ആനമയക്ക്, ഇത് പാല്. പാവന്റെ ചെറിയേട്ടൻ ആനമയക്ക് കുടിച്ച് സുഖമായി ഉറങ്ങും. പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത്. കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം. അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പേ. ചോര ഒഴുകണം, ആനമയക്കിത്ത. ഇതെന്തു പറ്റി? മുല്ലപ്പൂവ് എന്റെ ഒരു ബലഹീനതയാടി. എന്താ? മുല്ലപ്പൂവ് അവിടെ ഒരു താക്കോല്. എന്താ 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 എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു. ഞാൻ വിചാരിച്ചു. നീ എന്നത്തെയും പോലെ ഇന്ന് ഞാൻ തന്നെ ചേട്ടന് പാലുമായി വന്നിരിക്കുന്നത്. അപ്പോ അവളെവിടെ? എന്റെ ഭാര്യ. മഞ്ജു ഒരു നാണക്കാരിയാ. ചേട്ടൻ പാല് കുടിക്കൂ. അല്ല, അവളോടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിക്കൂ. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. അവൾ ഇപ്പൊ ഇങ്ങെത്തും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ ആർച്ച മഹാറാണി, സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാ. എനിക്കിപ്പം നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനൊന്നും ചെയ്യില്ല. കാരണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എന്റെ പെണ്ണ് ആദ്യരാത്രിയിൽ എന്റെ അടുത്തെത്താൻ. ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട്. ഗുഡ് നൈറ്റ്. ചേച്ചി, കാപ്പി. ഇന്നലെ താനമയക്ക് ഏറ്റോ. സേതുരാമന്റെ പെങ്ങൾ ആദ്യ രാത്രിയിൽ ആരുടെ കൂടെ കഴിയണോ അയാളുടെ കൂടെ തന്നെ ആയിരുന്നു. ഇനി നമ്മുടെ ആദ്യ രാത്രിയിൽ നീ ആനമയക്ക് ഇറക്കൂ. മുഴുഭ്രാന്തിയായ ഒരു പെങ്ങളെ ആങ്ങളമാർ തല്ലിക്കൊന്നു. ചോറ്റാനിക്കര ഉച്ചഭ്രാന്ത് മൂത്ത ഒരു സഹോദരിയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവളുടെ സഹോദരന്മാർ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. ഇത്രയും കാലം പൊന്നാങ്ങളമാരുടെ ജീവിതം കുട്ടിച്ചോറാക്കുകയായിരുന്ന ഈ യക്ഷി ചേട്ടന്മാരെ കൊണ്ട് അവരുടെ ഭാര്യമാരെ പോലും ഉപേക്ഷിച്ച് ഈ പൂതനെ പ്രേരിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് ചേട്ടന്മാർ അവളുടെ തനിനിറം മനസ്സിലാക്കിയതും ഉടനെ തന്നെ അതിക്രൂരമായി ഈ ഹിഡുംബിയുടെ ശരീരം അവർ ചതച്ചരച്ച് ചമ്മന്തിയാക്കി കാലപിടിക്കയച്ചു. ആ ചോറ്റാനിക്കരയിലെ ആങ്ങളമാരുടെ ബുദ്ധി ഇവിടെയുള്ളവർക്ക് വന്നിരുന്നെങ്കിൽ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ. ഇന്നലെ താനമേക്ക് ഏറ്റോ. എന്ത് പാടോ? അതെ, ഉപ്പുമുളകൊക്കെ പാകത്തിനേ പാടുള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതെനിക്ക് കോപ്പറിയാം. വക്കീലേ, ഇതിപ്പോ അഴിക്കാനും പറ്റില്ല ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്താ മുണ്ടോ? അല്ല, എന്റെ പന്തൽ. എന്താ ഇതൊന്ന് പൊളിക്കാൻ പറ്റുക? താൻ തിടുക്കം കൂട്ടാടോ.
തനിക്ക് പൊളിച്ചാ പോരെ? പൊളിക്കാം. ആർച്ചക്കുഞ്ഞൊരു ചെറുക്കനെ ഈ കലിയുഗ അവസാനിക്കും മുമ്പ് കിട്ടുമോ എന്റെ ഈശ്വര? ചെറുക്കനല്ലടോ പാപ്പാൻ. ഞാനോ അനാവശ്യം പറഞ്ഞല്ലോ. അടങ്ങാനായി അവിടെ ഇരിക്കണോ? ഇത് പിടിച്ചാൻ ആ. ചോറുകളുടെ എടുക്ക്. എണീറ്റോ അവിടുന്ന്. താൻ ആരാ ഇവിടുത്തെ? ഞാൻ ആരാന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കുക. ഏ? ഞാനും സേതൊക്കെ ഇവിടുത്തെ ബന്ധുക്കാരാ. ബന്ധു വീട്ടിൽ ഒരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല. ഊര് ഉരുളെ അറിയാത്ത ഊള നീയാ. എന്നാ കേട്ടോ, ആർച്ചമോളെ കെട്ടാൻ നല്ല 10 മാറ്റുള്ള ചെറുക്കൻ വരാൻ പോണു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ സേതുരാമ. ഇതിനല്ല കൂത്ത്. ചേച്ചി പറയണ കേട്ടാ തോന്നും ഞാൻ മറക്കൂന്ന്. അപ്പൊ പിന്നെ ഞാൻ മറക്കൂന്നാണോ? എന്നാ ഞാൻ മറക്കാം. ആരും മറക്കില്ല. പോരെ, ഇനി അതിനു വേണ്ടി 3 പേരോട് ഒരു കൊത്തുകൂടണ്ട. നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാ, ആർച്ചെ ഒതുക്കുക. സേതുരാമാ, എന്താ? ഒതുക്കാൻ പുതിയൊരാള് വരുന്നടാ. അപ്പൊ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ? ആരോ ഒതുക്കേണ്ട കാര്യം പറഞ്ഞേ? ആർച്ചെ അയ്യേ, ആർച്ചയല്ല നിന്നെ. ആർച്ചയെ പെണ്ണ് കാണാൻ പുതിയൊരു ചെറുക്കൻ വരുന്നു. ഇറങ്ങി. നിന്നാട്ടെ. ആരാ? മഞ്ഞാടിപുരത്തെ തമ്പുരാൻ. അപ്പൊ നമ്മളാരാ? ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം. വേണ്ട. ചാകാൻ പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ കാണിക്കും. ചാകാൻ പോവുക? ഞങ്ങൾ ആർച്ച പെണ്ണ് കാണാൻ പോവാ. രണ്ടും ഒന്ന് തന്നെ. മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന് ചത്താൻ ഞാനാ സമാധാനം പറയേണ്ടത്. പോകുന്നതിന് മുമ്പ് അടയാളം കാട്ട്. മനസ്സിലായില്ലേ? ശരീരത്തിൽ വല്ല കാക്കപ്പുള്ളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. എന്തിനാണെന്നാ? 3-ാം നാൾ മന്നാടി പുഴയിൽ ചത്തുനാറി പൊന്തുമ്പോ ഞാനെങ്ങനെ തിരിച്ചറിയും? കാണിക്കണ കാക്കപ്പുള്ളി. വേണ്ട. കാള പെട്ടെന്ന് കേട്ടപ്പം പാല് ഇറക്കാൻ വേണ്ടി കയ്യിൽ എണ്ണയും തേച്ചങ്ങ് ഇറങ്ങിയല്ലേ? മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിച്ചിട്ട് പോലെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. എന്താ ആചാരങ്ങള്? മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിക്കാൻ ഒരു പകലൊന്നും പോരാ. എന്നാ നമുക്കൊരു മുറി എടുത്ത് പഠിപ്പിക്കാം. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞങ്ങൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ചെളിപ്പറമ്പ് തമ്പ്രാക്കളോ? ചെളിപ്പറമ്പല്ല, തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾ ആരാ? തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ഓലത്തിരിയുടെ പടവാൾ സൂക്ഷിപ്പുകാരാ അവര്. എന്തുകൊണ്ടും നമ്മൾ മന്നാടിയന്മാരെക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരാ അവര്. വെറുതെ കയറി അങ്ങ് പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ. അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആദരിക്കണം. വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം. എന്തൊരാചാരം! ഇനി അവര് മുണ്ട് വെക്കി കാണിക്കണമെന്ന് പറയൂ. വേണം. ചെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത ജ്യേഷ്ഠൻ മുണ്ട് നോക്കി കാണിക്കണം. അത് വേണം. ആ, വേണം. ആർച്ചമോടെ കല്യാണം നടക്കണോ? പൊക്കണം. ഒരു സംശയമുണ്ട്, ഏതുവരെ പൊക്കണം? തളിപ്പറമ്പ് വരെ പൊക്കണം. നിർത്തണോ, നീ പറ. പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാലെടുത്ത് പട വെട്ടണം. അത് ബുദ്ധിമുട്ടാവും. അത് വേണോ? നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം. വെട്ടും. നീ പറ. അപ്പ ചെക്കൻ ഇറങ്ങി ഓടും. വിടരുത്. പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം. അതെന്തിനാ അടക്കുന്നത്? കീഴടക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ്. നമ്മൾ മന്നാടിപുരം മന്നാടിയാന്മാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾക്ക് നമ്മുടെ പടിപ്പര തുറന്നു കൊടുക്കടാ. അവിടെയാണ് കഴുതേ, അവിടെ. അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെന്ന ഉടനെ ഒരു കള്ളുകുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മന്നാടിയാന്മാർക്ക് നേദിക്കാനുള്ള കള്ള. അതാണ് ആചാരം. അയ്യോ, നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മാവ? വന്ന സ്ഥിതിക്ക് പെണ്ണ് കാണല് നടക്കട്ടെ അല്ലേ? അതെ. ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. മുണ്ടുപൊക്കി കാണിക്കില്ല. അത് എവിടുത്തെ ആചാര? അത് ആചാരല്ല, അപായമാണ്. ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് പകരം മുണ്ടുപോക്കി കാണിക്കും. അപ്പ സ്ഥലം വിട്ടോളണം. ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടു പോകുമെന്നാണ്. പിന്നെ യുദ്ധമാണ് തമ്പ്രാക്കളെ, യുദ്ധം. അല്ല, ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാ? പറഞ്ഞാലും കേട്ടാലും വല്ലവരും വിശ്വസിക്കോ? തങ്കപ്പെട്ട ഒരു പെണ്ണിനെയും എണ്ണിയാലൊടുങ്ങാത്ത സ്വത്തും വേണോ? അത് വേണം. എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. നമസ്കാരം. ഇരിക്കുക. നമസ്കാരം. എടുക്ക. അണ്ണാ, അവര് ചടങ്ങ് തുടങ്ങി. ചെല്ലു കുടിക്കണോ? അതിനെന്താ, പാലല്ലേ? ചെല്ലേ. ഈശ്വര, അതെടുത്തോളൂ. അഗ്നിദേവ. ഈ പാലിനെന്താ ഇത്ര പുളിപ്പ്? തളിപ്പറമ്പിൽ നിന്നലെ പുറപ്പെട്ടതല്ലേ, അതാ പുളിപ്പ്. അച്ഛാ, ഭയങ്കര കള്ളുടിയന്മാരാ. നോക്കി, പാല് കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത്. ആചാരങ്ങൾ പാലിക്കാനുള്ളതാ, നിഷേധിക്കാനുള്ളതല്ല. എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത്. ചെറുക്കനെ പിടിച്ചോ? പിടിച്ചു. എന്നാ പിന്നെ ആചാരം വിടണ്ട. എന്ത് മുണ്ട് മുണ്ടാ? മുണ്ട് പൊക്കണം.
ഞാൻ പൊക്കണ നീ പൊക്ക്. മൂത്താള് ചേട്ടനല്ലേ? പൊക്കിക്കോ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ. ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം. ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂന്നാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. യുദ്ധം തുടങ്ങ്. ലീലാമണി കൊണ്ടുവാ. അച്ഛാ, അമ്മാവാ, എല്ലാവരും ഓടിക്കും.